നന്ദനെ അറിയാമെന്നും മുൻപ് കണ്ടിട്ടുണ്ടെന്നും കാർത്യായനി. അച്ഛനെ വിളിച്ചപ്പോൾ എന്തിനാണ് ഫോൺ എടുത്തതെന്ന് കാർത്യായനി. എന്റെ ഭർത്താവിനെ കാർത്യായനി അച്ഛ എന്ന് വിളിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ അന്വേഷിക്കുന്ന നന്ദന. രഹസ്യങ്ങളുടെ ചുരുൾ അഴിച്ചുകൊണ്ട് ഗോപികയും മീനത്തേലും. മായയുടെയും ഉദയന്റെയും വിവാഹത്തിന് തടസ്സമായത് കുന്നത്തൂർ കോവിലകത്തെ വസുന്ധര തമ്പുരാട്ടിയാണെന്ന സത്യം മീനത്തേലിൽ നിന്നും നന്ദനയും ഹരിയും അറിയുന്നു. ഇനി തുടർന്ന് കാണുക. ആരെയും ചതിച്ചതല്ല, വിധി. അല്ലാതെന്ത് പറയാൻ? അപ്പോ കാർത്യായനിയുടെ അച്ഛൻ ഉദയേട്ടനല്ല. താളപ്പിഴകൾ നിറഞ്ഞതായിരുന്നു മായച്ചിയുടെ ദാമ്പത്യ ബന്ധം. ഒരിക്കലും ചേച്ചിക്ക് സ്വസ്ഥത കിട്ടിയിട്ടില്ല. അത് പക്ഷേ ഉദയേട്ടൻ അറിയരുതെന്ന് മായച്ചിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ അറിയിച്ചിട്ടുമില്ല. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടും ഉദയേട്ടൻ മായച്ചിയെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഒരിക്കലും മുന്നിൽ വന്നില്ല, മാറി നടന്നു. ചില്ലുപാത്രം പോലെ തകർന്നു പോയ സ്നേഹത്തിന്റെ ഓർമ്മയിൽ കല്യാണവും വേണ്ടെന്ന് വെച്ചു. എല്ലാവരിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ടതുപോലെ ജീവിച്ചു. മനഃപൂർവ്വം അല്ലെങ്കിലും കാരണം ചേച്ചിയായിരുന്നല്ലോ. കാറും കോളും നിറഞ്ഞ വിവാഹ ജീവിതത്തിനൊടുവിൽ ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നിട്ടാ മായച്ചിക്കൊരു കുഞ്ഞുണ്ടായത്. ഉദയേട്ടൻ പണ്ട് കോളേജിൽ അവതരിപ്പിച്ച ഒരു നാടകത്തിലെ നായികയുടെ പേരാണ് കാർത്യായനി. അങ്ങനെയാ ചേച്ചി കുഞ്ഞിനാ പേരിട്ടത്. എല്ലാം തകിടം മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. എന്തു പറ്റി? കാർത്യായനിയുടെ ചോറൂണ് ദിവസം കുഞ്ഞിന് ചോറ് കൊടുത്തിട്ട് അമ്പലത്തിൽ നിന്ന് വരികയായിരുന്നു ഞങ്ങൾ എല്ലാവരും. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. പിന്നിൽ നിന്ന് വന്നൊരു ജീപ്പ്
മായച്ചി ഇടിച്ചു തെറിപ്പിച്ചു. കയ്യിലിരുന്ന കുഞ്ഞിന് ഒരു പോറല് പോലും പറ്റിയില്ല. ഒരാഴ്ച ബോധമില്ലാതെ ആശുപത്രി കിടന്നു മായച്ചി. ബോധം വന്നപ്പോ ഒന്നു മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ, ഉദയേട്ടനെ ഒന്ന് കാണണമെന്ന്. വിവരം അറിയിച്ചപ്പോഴേ ഓടി വന്നു. ക്ഷമ ചോദിക്കാനാ ചേച്ചി ഉദയേട്ടനെ വിളിപ്പിച്ചത്. ഒരുമിച്ച് കണ്ട സ്വപ്നത്തിൽ നിന്ന് വഴി പിരിഞ്ഞ് താൻ മാത്രമായി പോയതിന് ചേച്ചി മാപ്പ് പറഞ്ഞു. അത് അവസാനത്തെ വാക്കുകളായിരുന്നു. പിന്നെ ആ ചുണ്ട് ചലിച്ചിട്ടില്ല. എന്റെ മോളുടെ കണ്ണടഞ്ഞ ദിവസം പോയതാ പ്രകാശൻ, മായയുടെ ഭർത്താവ്. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. എവിടെയാണെന്നും അറിയില്ല. അവന്റെ കുഞ്ഞല്ലേ മോളൂട്ടി, അതിനെങ്കിലും ഒന്നും കാണുന്നില്ലേ? മായച്ചിയുടെ കല്യാണം കഴിഞ്ഞ് അധികം താമസിക്കാതെ അച്ഛൻ മരിച്ചു. പ്രകാശേട്ടനും പോയി. അങ്ങനെ ഞാനും വല്യമ്മയും കാർത്തിയാനി മാത്രമായി. ഒരെത്തും പിടിയുമില്ലാത്ത അവസ്ഥ. എങ്ങോട്ട് പോവാൻ? ആരുമില്ല സഹായിക്കാൻ. അപ്പോഴാ ദൈവം ഉദയസാറിന്റെ രൂപത്തിൽ വന്നത്. ഇന്നിപ്പോ കാർത്തിയാനിമോളുടെ എല്ലാ കാര്യവും നോക്കുന്നത് ഉദയൻ സാറാ. ഉടുപ്പും പുസ്തകവും അങ്ങനെയെല്ലാം. മോക്കുള്ള വീടാണെന്നും പറഞ്ഞ് പഴയ പോലെ പുതുക്കി പണിത് ഈ മോടിക്കാക്കി. ഇവളിങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ആ നശിച്ച വണ്ടി ഗോപിയൻ തട്ടിയിട്ടാ പോയത്. നട്ടെല്ലിനാ ഇവക്ക് ക്ഷതം പറ്റിയത്. കൊറേ ചികിത്സയൊക്കെ ചെയ്ത് ഇപ്പോഴും കൂടെ കൂടെ നടുവേദന വരും. അന്നേരം ആസ്പത്രിയിലാക്കും. അതിനും കാശ് മുടക്കാൻ ഉദയൻ സാർ മാത്രമേ ഉള്ളൂ. ഒരു പെൺകുട്ടിയല്ലേ, കണ്ണിലിരുട്ട് കയറിയ ജീവിതമാണെന്ന് പറഞ്ഞാ മതിയല്ലോ. എന്തിനാ വിധിമേ അതൊക്കെ പറയുന്നത്? അറിയട്ടെ മോളെ. ഉദയേട്ടൻ അച്ഛാന്ന് വിളിക്കാൻ കാർത്തിയായനെ ആരും പറഞ്ഞു പഠിപ്പിച്ചതൊന്നുമല്ല. അവള് തനിയെ വിളിച്ചു തുടങ്ങി. അങ്ങനെ വിളിക്കരുതെന്ന് അദ്ദേഹം വിലക്കിയിട്ടുമില്ല. കാർത്തൂൻ അദ്ദേഹത്തിന്റെ അടുത്ത് വലിയ സ്വാതന്ത്ര്യമാണ്. എന്ന് കരുതി സാർ ഇവിടെ അങ്ങനെ വരാറില്ല. കുഞ്ഞിന് എന്തെങ്കിലും ആവശ്യം വന്നാ ഇവിടെ ഓടിയെത്തും. മോളുട്ടി ഫോൺ വിളിക്കേ. അവര് തമ്മിൽ എന്തൊക്കെയോ ലോകകാര്യങ്ങളെ ഫോണിൽ പറയുന്നത് കേൾക്കാം. മായച്ചിയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് ഉദയേട്ടനെ പണ്ടേ പ്രതിഷ്ഠിച്ചതാണ് ഞാൻ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ മായയോട് ഇത്രയും സ്നേഹം സാറിന് മനസ്സിലുണ്ടായിരുന്നെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. മായ മൺമറിഞ്ഞിട്ട് കൊല്ലം എത്രയായി. അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം സാറിപ്പം മോക്ക് കൊടുക്കുന്നു. മായച്ചി ഉദയേട്ടന് കൊടുത്തിട്ട് പോയ സമ്മാനമാണ് കാർത്തിയായനി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്നേഹത്തിനപ്പുറമുള്ള ത്യാഗമാണ് ഉദയേട്ടന്റെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് കിട്ടുന്നത്. സ്നേഹിച്ച പെണ്ണിന്റെ കുടുംബത്തിന് സ്വന്തം ജീവിതം കൊണ്ടൊരു തുലാഭാരം. ഒരു നല്ല വാക്ക് എങ്ങു നിന്നും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. എന്നിട്ടും ഞങ്ങളെ കൈവിടിയുന്നില്ല.
ജയനെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കണം. അത് മതി തനിക്കെന്ന് ഒരിക്കൽ മോളോട് പറയുന്നത് ഞാൻ കേട്ടു. ചില കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനാ വന്നത്. ഞാനായിട്ട് ഒന്നിനൊരു തടസ്സം ഉണ്ടാക്കില്ല, ഒന്നും വിലക്കയില്ല. കാർത്യായനി ഇനിയാണെങ്കിലും എപ്പോ വേണമെങ്കിൽ വിളിച്ചോട്ടെ. പോട്ടെ.
വീടെത്തി. ഇന്ത്യയുടെ നാഷണൽ ഫ്ലവർ ഏതാ? ലോട്ടസ്. നാഷണൽ ആനിമൽ? ടൈഗർ. ആ മിടുക്കി, നല്ലപോലെ പഠിക്കുന്നുണ്ടല്ലോ. എന്റെ മോള് ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം. നമ്മുടെ സ്റ്റേറ്റിന്റെ നാഷണൽ ഫ്ലവർ ഏതാ ഗോപികാമേ? പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഓർത്തു നോക്കിയേ. കണിക്കൊന്ന. കറക്റ്റ് ആൻസർ. ഇനി ഇത് മറക്കരുത് കേട്ടോ. വീടിനകത്ത് കയറി ഇരുന്നൂടെ കുട്ടികളെ, ശീതക്കാറ്റല്ലേ അടിക്കുന്നത്. എന്നിട്ട് വല്യമ്മ ഇങ്ങോട്ട് വരുന്നേ? ശരിയാ, ഇവിടെ ഇരിക്കുമ്പോഴേ ഒരു സുഖണ്ട്. ബാക്കിയും കൂടി ജീക്ക് ചോദിക്ക് ഗോപികാമേ. മോളിരുന്ന് പഠിച്ചോളൂ. ദാ നേരത്തെ സംസാരിച്ചതിന്റെ ബാക്കിയൊന്നും ഗോപിക പറഞ്ഞില്ല. അതൊക്കെ ഞാൻ പറയാതെ തന്നെ വല്യമ്മയ്ക്ക് അറിയരുതോ? യാതൊരു ഗത്യന്തരം ഇല്ലാത്ത സമയത്ത് നമ്മുടെ വീടിന് വിളക്കായിട്ട് വന്ന ആളാണ് ഉദയൻ സാറ്. ആ നല്ല മനുഷ്യന് നമ്മളായിട്ടൊരു പ്രയാസം ഉണ്ടാവരുത്, അതേ ഉള്ളൂ എനിക്ക്. അച്ഛൻ എന്താ ഗോപികാമേ പ്രയാസം? ഒന്നുമില്ല, മോള് പുസ്തകത്തിൽ ശ്രദ്ധിച്ചാ മതി. കണ്ടോ, ഉദയൻ സാറിന്റെ കാര്യം പറഞ്ഞപ്പോഴേ കുഞ്ഞിന് പോലും ഒരു ശ്രദ്ധയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. എന്നാലും സാറിന്റെ ഭാര്യ വന്ന വിവരം ഒന്ന് വിളിച്ചു പറയണമായിരുന്നു. അത് വേണ്ട വല്യമ്മേ. ഞാനങ്ങനെ ഉദയേട്ടനെ വിളിക്കുന്ന പതിവൊന്നുമില്ലാന്ന് വല്യമ്മയ്ക്ക് അറിയാലോ. അതിനുള്ള ധൈര്യമില്ല എനിക്ക്, അതാണ് സത്യം. പിന്നെ ആ ചേച്ചി വന്നതിൽ തെറ്റൊന്നും പറയാനില്ല. ഉടനെ ആ വിവരം ഉദയേട്ടന്റെ കാതിലെത്തിക്കുന്നത് എന്തോ ശരിയല്ലെന്നൊരു തോന്നല്.
ഗോപികാമേ. മോൾ ഇറങ്ങിക്കോ, കിടന്നു. ഭാര്യ ചെന്ന് ഭർത്താവിനോട് സംഭവം പറയാതിരിക്കുകയോ? പറഞ്ഞോട്ടെ, അവരത് പറയേണ്ടത്. കഴിഞ്ഞ കാര്യങ്ങൾ ആ ചേച്ചി മറ്റാരിൽ നിന്നെങ്കിലും അറിയുന്നതിലും ഭേദം നമ്മൾ നേരിട്ട് പറയുന്നതാ. അത് നമ്മൾ ചെയ്തു. അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്.